എന്റെ കയ്യില് പെൻസിൽ. ശരി, പെൻസിൽ തട്ടും. എന്തോ തവള അല്ല, ടേബിൾ. എന്റെ ഇരിക്കുന്ന സ്റ്റാപ്ലറാ. സ്റ്റാപ്ലർ. അല്ല, ഞാൻ ഇടണ്ടേ? പെൻസിൽ കൊണ്ട് എഴുത് ടേബിളിൽ. സ്റ്റാപ്ലറിന്റെ ഇത് കൊട്ട്. പെൻസിലും കൊണ്ട് ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ തട്ടുന്ന മാതിരി തട്ടിക്കും. മീൻസ് രണ്ടറ്റവും ടേബിളിൽ തട്ടുന്ന മാതിരി പോലെ തട്ടും. അങ്ങനെ പെൻസിലൊന്ന് എഴുതൂ. അല്ല, മറ്റേ ഇതുള്ള പെൻസിലിന്റെ എഴുതാ. മതി മതി. സ്റ്റാപ്ലറിനകത്ത് എഴുതിയേക്കുന്നതായിരിക്കും കങ്കാടി DP 600. ചങ്കാന്തത്തിനകത്ത് DP 600 ഇല്ല. അത് സ്റ്റാപ്ലർ അല്ല. നിന്റെ ഇരിക്കുന്ന പെൻസിലും അല്ല. എന്താ നിന്റെ ഇരിക്കുന്ന പറയട്ടെ? പഞ്ചിങ് മെഷീൻ. കണ്ടതല്ലേ? ഞാൻ കണ്ടില്ല. സൗണ്ട് കേട്ടാൽ എനിക്ക് മനസ്സിലായി. നിന്റെ ഇരിക്കുന്ന പെൻസിലല്ല. എന്താ നിന്റെ ഇരിക്കുന്ന ബ്രഷ്. കണ്ട് കണ്ട് ഇത് കണ്ട് ഞാൻ കണ്ടു. പക്ഷെ ഞാൻ കാണാതാണ് സാധനം ഒന്നും. അപ്പൊ അത് ശരി. അല്ല, ഷാർപ്പനർ. ഷാർപ്പനറോ? ഷാർപ്പനർ കൊട്ട്. എന്റെ ഇരിക്കുന്നു. എന്റെ ഇരിക്കുന്ന പേന. പേനയുടെ ക്യാപ്പ് ഒന്നുകൂടി. ഷാർപ്പനറിന്റെ സൈഡിലെ മറ്റേ ഇങ്ങനെ വരയുള്ള അതിനകത്ത് ഇങ്ങനെ വിരൽ വെച്ച നാക്ക്. സൗണ്ട് കേൾക്കും. നഖ വെച്ചാൽ സൗണ്ട് കേൾക്കും. അത് അല്ല, അങ്ങനത്തെ ഇല്ലാത്ത ഷാർപ്പനർ ഇല്ല. ശരി, കേൾക്കുന്നില്ല. കേൾക്കല്ലേ? സത്തവ. പേന വെച്ച് എഴുതിക്കും ടേബിളിൽ. ടേബിൾ ഏത് പേനയാ? ഏത് ബ്രാൻഡിന്റെ പേനയാ? ഗ്രിപ്പർ. ഷാർപ്പനറിന്റെ കളറ് പച്ച. അല്ല, പച്ചയല്ല, അവിടെ സിൽവർ ആണ്. ഞാൻ അങ്ങോട്ട് നോക്കി. അവിടെ പേന വെച്ചോ തട്ടിക്ക്. തട്ടിയല്ലോ. പേനയുടെ ക്യാപ്പ് ഊരിട്ട് അപ്പുറത്തെ ഭാഗത്തിന് ഓപ്പോസിറ്റ് സൗണ്ട് കേൾക്കത്തില്ല ഗ്രിപ്പറിനകത്ത്. ഷാർപ്പനറിന്റെ ഊട്ടക്കത്ത് കൈട്ട് ഇട്ടു. കൈയിട്ടിട്ട് പേന ഒന്ന് നിലത്തോട്ടിട്. മീൻസ് ടേബിളിലോട്ടിട്. അല്ല, ഇച്ചിരി പൊക്കത്തുനിന്ന്. ഇച്ചിരി പൊക്കത്തുനിന്ന്. ഇച്ചിരി പൊക്കത്തുനിന്ന്. അലി ഇതിന്റെ മറയുടെ മണ്ടയ്ക്കുന്നില്ല. ഒന്നുകൂടെ. ഒന്നുകൂടെ. നിന്റെ ഇരിക്കുന്ന പേനയല്ല. ഷാർപ്പനർ ഒന്നുകൂടെ ചെറുത് സൈഡ് വെച്ച്. തലയിലെടുത്തല്ലോ ഷാർപ്പനറിന്റെ സൈഡിലത്തെ സാധനം വെച്ചിട്ടുണ്ട്. കൈ വെച്ചോ. വിരലിന്റെ നഖത്തിന്റെ അത് വെച്ചിട്ട്. കേക്കല്ലേ? ശ്രദ്ധിച്ച കേക്കത്തില്ല. സാധാരണ ഷാർപ്പനകത്ത് ശ്രദ്ധിക്കേണ്ട. അത് ചെറുത് നല്ലപോലെ കേൾക്കും. ഷാർപ്പനറല്ല. നിന്റെ ഇരിക്കുന്ന പേനയല്ല. നിന്റെ ഇരിക്കുന്ന ഹൈലൈറ്റർ അല്ലെങ്കിൽ മറ്റേ ഇതായിരിക്കും. മറ്റേ വൈറ്റ്നർ അല്ലേ? വൈറ്റ്നർ അല്ലെങ്കിൽ ഹൈലൈറ്റർ ഏതായാലും ഒന്ന് പറയാൻ പറ്റുള്ളൂ. ശരി, വൈറ്റ്നർ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എന്തോ സാധനം കറക്റ്റാണോ? വൈറ്റ്നർ. എന്റെ കയ്യിലിരിക്കുന്നത് ടൈഗർ ബാം. എന്റെ ഇരിക്കുന്ന ലിപ് ബാം. ടൈഗർ ബാം നിലത്തോട്ട്. നിലത്ത് കൊട്ടാനോ? ടേബിളിൽ ടൈഗർ ബാം തുറക്ക്. സോറി, ലിപ് ബാം തുറക്ക്. അതാ ടൈഗർ ബാം ഒന്ന് കൈയിട്ട് തേച്ച്. മീൻസ് കയ്യിൽ കയ്യിലിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്ക്. അതെങ്ങനെയാ? അല്ല, ഇങ്ങനെ ആക്ക് നീ. ടൈഗർ ബാം ഇച്ചിരി കയ്യെ തേച്ച് നമ്മൾ തലവേദന ലിബാമിന്റെ അടപ്പിന്റെ മണ്ടലി ഒന്ന് തൊട്ട്. എങ്ങനെ ലിബാമ ട്യൂബാണോ? അല്ല, മറ്റേത് ടിന്ന്. അടപ്പിലൊന്ന് തൊട്ട്. ലിബാം തുറക്ക്.
ഇപ്പം എടുത്ത് ഇതാക്ക് കയ്യില്. ടൈഗർ ബാമിന്റെ ആ അടപ്പയിൽ എഴുതിയേക്കുന്നത് എന്തുവാ? ടൈഗർ ബാം മറ്റേ ചൈനയിൽ സാധനത്തിൽ ചൈനയിലാണ് ടൈഗർ ബാം. ഞങ്ങൾ എന്റെ ഇരിക്കുന്നത് മറ്റേ ചൈനയുടെ സാധനത്തിനകത്താ. ശരി ശരി ശരി. ലിപ് ബാമിന്റെ അടപ്പയിൽ എഴുതിയേക്കുന്നത് വൈര്. ബോറോലിൻ കണ്ടൻസ് പിന്നെ 1.6 വേറെ ഒന്നും എഴുതിയിട്ടില്ല, വലുതായിട്ടൊന്നും എഴുതിയിട്ടില്ല. ബോറോലിൻ ഓറലിൻ ബിക്കകത്തൊരു സി. മറ്റേ ടൈഗർ ബാം ഇങ്ങനെ നിലത്തിട്ട് കുറച്ച് അടപ്പിന്റെ ഭാഗം ഒന്ന് വെച്ച് അതിന്റെ അതെടുത്ത് ചുണ്ടത്തേക്ക്. പിന്നെ എന്റെ ചൂണ്ട നോക്കരുത്. ഇല്ല കള്ളി കള്ളിയില്ല. ഇല്ല ഇല്ല. ടൈഗർ ബാം ഇങ്ങനെ താഴത്തോട്ടിട്ടേ. ശരി, നിന്റെ ഇരിക്കുന്ന ടൈഗർ ബാം അല്ല, ആക്സോ ഇല്ല. നിന്റെ ഇരിക്കുന്ന ബോറലിന ലിംബാമ. ഇഷ്ടടാ വീണ്ടും. നിനക്ക് മണത്തിട്ടേലും നീ പറയുമായിരിക്കും. എന്നാ എനിക്ക് ടൈഗർ ബാം അല്ല മനസ്സിലായത്. ഞാൻ വിചാരിച്ചത് ഇപ്പൊ നീ മണത്തിട്ട് എനിക്ക് സ്ട്രോബെറി ഞാൻ വിചാരിച്ചാൽ നാച്ചേച്ചിയുടെ ലിപ് ബാം ആയിരിക്കും. പിന്നെ താഴെ വിചാരിച്ച ആക്സോയിലാണ്. പക്ഷെ ലിപ് ബാം എന്ന് പറഞ്ഞാൽ